നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ചില ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ ആണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്ടന്റെ 3 ചലന നിയമങ്ങളും നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാറുണ്ട്. ഓക്കെ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നിങ്ങൾക്ക് എല്ലാം അറിയാം. അത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or state of motion, uniform motion along a straight line unless it is acted upon by some external unbalanced force to change that state. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ ഇരിക്കും. യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. എത്ര കാലം വരെ? ഒരു പുറത്തുനിന്ന് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നിടത്തോളം കാലം അത് ചെയ്യുന്നത് വരെ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ഈ ലോയ്ക്ക് വേറൊരു പേര് നമ്മൾ പറയാറുണ്ട്, ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയാറുണ്ട്. അത് ചോദിക്കാറുണ്ട്, വൈ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഈസ് കോൾഡ് ലോ ഓഫ് ഇനേർഷ്യ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനേർഷ്യയ്ക്ക് വേറെ 2-3 നിയമങ്ങളുണ്ട്, അതുമായിട്ട് തെറ്റിപ്പോവരുത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് ഒരു 2 നിയമമുണ്ട്, അതും ഇതും തമ്മിൽ മാറിപ്പോവരുത്. അപ്പോൾ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോ തന്നെയാണ്. ഇത് എന്തുകൊണ്ടാണ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഈ ലോയിൽ നിന്നാണ് നമ്മൾ ഇനേർഷ്യ എന്ന കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനേർഷ്യ നിങ്ങൾക്കറിയാം, ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ജഡത്വം. That is the inability of a body to change by itself its state of rest or state of uniform motion along a straight line. ഒരു വസ്തുവിന് തന്നെത്താൻ അതിൻ്റെ അവസ്ഥ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കഴിവില്ലായ്മയ്ക്കാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇനേർഷ്യ മറികടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. ഒരു സഫീഷ്യൻറ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് ആവശ്യത്തിന് ശക്തി ഉണ്ടെങ്കിൽ വേണേൽ പിടിച്ചു നിർത്താം. പക്ഷേ നമുക്ക് ഒരു ട്രെയിനാണ് ഓടിക്കൊണ്ടിരിക്കുക, നമുക്ക് അതിൻ്റെ ബാക്കിൽ പോയി പിടിച്ചാലൊന്നും നമുക്കത് നിർത്താൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മളവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല എന്നല്ല, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഫോഴ്സ് ഈസ് സംതിങ് ദാറ്റ് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൻ്റെ അവസ്ഥ ചേഞ്ച് ചെയ്യാൻ നമ്മളെ ശ്രമിക്കുകയോ ചെയ്യുന്നത്. എപ്പോഴും ആ ശ്രമം വിജയിക്കണമെന്നില്ല, സഫീഷ്യൻറ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. സോ അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ 2 കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ലോയിൽ നിന്നാണ്. സോ അത് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? ഇറ്റ് ഡിഫൈൻസ് ദി കൺസെപ്റ്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ഫോഴ്സ്. ഇനി നമുക്ക് പറയാനുള്ളത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോയും ഈ പറഞ്ഞ പോലെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. The rate of change of linear momentum of a body is directly proportional to the external force applied on the body and takes place always in the direction of the force applied. ഒരു ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്റ്റേണൽ ഫോഴ്സ് എങ്ങനെ ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഈ അപ്ലൈ ചെയ്തേക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് എത്ര സമയം കൊണ്ടാണ് ഇതിൻ്റെ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും. കൂടുതൽ മൊമെൻറ്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഉണ്ടെങ്കിൽ കൂടുതൽ ഫോഴ്സ് ഉണ്ടാവും. കുറച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റമേ ഉള്ളെങ്കിൽ കുറച്ച് ഫോഴ്സേ ഉണ്ടാകത്തുള്ളൂ. ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റവും സംഭവിക്കുന്നത്. അപ്പം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എങ്കിൽ ന്യൂട്ടന്റെ 2ാമത്തെ ലോയിൽ നമ്മൾ പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ലോയിൽ നിന്നാണ് നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് F=ma. ഈ F=ma എന്ന് പറഞ്ഞ ഇക്വേഷൻ ഡെറൈവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ലോയിൽ നിന്നാണ്. സോ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഹെൽപ്സ് us to calculate the force acting on an object or it gives an expression for the force acting on an object. ഓക്കെ, ഇനി ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. To every action there is an equal and opposite reaction. ഏത് ആക്ഷൻ ഉണ്ടെങ്കിലും അതിനപ്പോൾ തന്നെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ ഉണ്ടാവും. നമ്മൾ 2 കൈയും കൂടെ ചേർത്ത് വെച്ചിട്ട് പരസ്പരം അമർത്തുക, വലത്തെ കൈ ഇടത്തെ കൈയിലേക്ക് അമർത്തുക, അത് നമുക്ക് ആക്ഷൻ എന്ന് പറയാം. അതേ സമയത്ത് തന്നെ ഇടത്തെ കൈ വലത്തെ കൈയിലേക്ക് തിരിച്ചൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യിക്കും. അത് നമ്മൾ വലത്തെ കൈ അങ്ങോട്ട് കൊടുത്ത ഫോഴ്സിൻ്റെ അതേ അളവിലായിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും.
അതിനെയാണ് നമ്മൾ പറയുന്നത് ആക്ഷനും റിയാക്ഷനും. വലത്തേ കൈ കൊടുത്ത ഫോഴ്സിന് നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടത്തേ കൈ കൊടുക്കുന്ന ഫോഴ്സിന് റിയാക്ഷൻ എന്ന് പറയും. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആക്ഷനും റിയാക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ ഒരു ആക്ഷൻ നടന്ന് കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല ഇവിടുത്തെ റിയാക്ഷൻ. നമ്മൾ കെമിക്കൽ റിയാക്ഷനകത്തുമൊക്കെ ചില സമയത്ത് പറയുന്ന മാതിരി നമ്മൾ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് കഴിയുമ്പോൾ അതിനകത്തുനിന്നൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു കാര്യമല്ല ഇവിടുത്തെ ആക്ഷൻ റിയാക്ഷൻ. ആക്ഷൻ എപ്പോഴാണോ സംഭവിക്കുന്നത് അതേ മൊമെന്റിൽ തന്നെ റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറയുന്നത് ഇൻ അൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദി ടോട്ടൽ ലീനിയർ മൊമെന്റം റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരിതാണ് ഐസൊലേഷൻ വാർഡ്. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുറത്തുനിന്ന് യാതൊരു ഇടപെടലുകളും ഇല്ലാതെ കഴിയുന്നതിനെയാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ പുറത്തുനിന്ന് യാതൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ മറ്റൊരു രീതിയിൽ ഇതിനെ സ്റ്റേറ്റ്മെന്റ് പറയാം, if no external force is acting on a system, the total linear momentum is a constant. അതല്ല എങ്കിൽ നമ്മൾ കൊളീഷന്റെ ബേസിസിൽ ഇതിനെ പറയാറുണ്ട്, ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ. ഇതിന്റെ പ്രൂഫ് ചോദിക്കാറുണ്ട്. പ്രൂഫ് രണ്ട് നിയമം വെച്ചിട്ടുണ്ട്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം, ന്യൂട്ടന്റെ തേർഡ് ലോവും വെച്ച് പ്രൂവ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. കൺസിഡർ എ സിസ്റ്റം വിത്ത് ടോട്ടൽ ലീനിയർ മൊമെന്റം പി. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്, M1 M2 M3 അങ്ങനെ കുറേ ഉണ്ട്. ഓരോ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ് V1 V2 V3 എക്സെട്ര. അപ്പോൾ ഇതിന്റെ എല്ലാം നമ്മൾ മൊമെന്റം കണ്ടുപിടിച്ചു, എല്ലാ മൊമെന്റത്തിൻ്റെയും കൂടെ സം എടുത്തു. ആ ടോട്ടൽ സം ആണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ P. അതിനകത്ത് അതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് കരുതുക. അതായത് അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ദാറ്റ് ഈസ് എഫ് എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു 0. പക്ഷേ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനിഷൻ? എഫ് എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് ഈക്വൽ ടു ദി ഫോഴ്സ് അപ്ലൈഡ്. പുറത്തുനിന്ന് അപ്ലൈ ചെയ്ത ഫോഴ്സും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റവും ഈക്വൽ ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എഫ് എക്സ്റ്റേണൽ 0 ആണെന്ന്. അതായത് ഡി പി ബൈ ഡി ടി 0, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം 0. ചേഞ്ച് 0 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്തത് നമുക്ക് ഇതിന്റെ തേർഡ് ലോയുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ. നമുക്ക് സാധിക്കുന്നതിനൊക്കെ കാരണം തേർഡ് ലോ ആണ്. ഇപ്പോൾ നമുക്ക് ഫിസിക്സ് നമുക്കറിയാം, നമ്മൾ ഒരിക്കലും ജീവനുള്ള വസ്തുവിനെ കുറിച്ചല്ല, നമ്മളെല്ലാം ഒബ്ജക്ട്സ് ആണ്. നമുക്ക് മുന്നോട്ട് നടക്കണമെങ്കിൽ നമ്മൾ കാല് വെച്ചിട്ട് തറയിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതാണ് ആക്ഷൻ. നമ്മൾ ആക്ഷൻ അപ്ലൈ ചെയ്ത അതേ മൊമെന്റിൽ തന്നെ ഗ്രൗണ്ട് നമ്മുടെ കാലിലേക്ക് എന്ത് ചെയ്യും? അതേ അളവിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് മുന്നോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ മൂലമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓടുന്ന കേസിൽ ഇതേപോലെ തന്നെയാണ്. നമ്മൾ കൂടുതൽ ഫോഴ്സ് ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക, അപ്പോൾ കൂടുതൽ ഫോഴ്സ് തിരിച്ചു കിട്ടും. When we walk, we apply a force on the ground, which is the action. At the same time, the ground exerts an equal and opposite reaction on our feet, which makes us move forward. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ വൈ എ ഹോഴ്സ് കാനോട്ട് പുൾ എ കാർട്ട് ആൻഡ് റൺ ഇൻ എംപ്റ്റി സ്പേസ്. എന്തുകൊണ്ടാണ് ഒരു കുതിരയ്ക്ക് എംപ്റ്റി സ്പേസിൽ ഓടാനോ അല്ലെങ്കിൽ ഒരു കുതിരവണ്ടി വലിക്കാനോ സാധിക്കാത്തത്? അതും രണ്ട് രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുതിരയ്ക്ക് അവിടെ ഒരു ഓടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുതിരയ്ക്ക് അവിടെ ഒരു ഗ്രൗണ്ടിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. പക്ഷെ ഇത് എംപ്റ്റി സ്പേസ് ആണ്. എംപ്റ്റി സ്പേസിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ, ആക്ഷൻ എക്സേർട്ട് ചെയ്യാൻ ഒരു ഗ്രൗണ്ട് ഇല്ല. ആക്ഷൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? റിയാക്ഷൻ ഉണ്ടാവില്ല. ഈ റിയാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കുതിരയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇൻ എംപ്റ്റി സ്പേസ് ദർ ഇസ് നോ ഗ്രൗണ്ട് ടു എക്സേർട്ട് എ ഫോഴ്സ്, ദറ്റ് ഇസ് ആക്ഷൻ. Since there is no action, there is no reaction. Hence, our horse cannot pull a cart and run in empty space. ഇനി ഇത് തന്നെ നമ്മൾ ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ടും പറയാറുണ്ട്.
എം ടി സ്പേസിൽ ഫ്രിക്ഷൻ ഇല്ല. കാരണം ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സർഫസുകൾ തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകുമ്പോൾ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. അപ്പോൾ അവിടെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഇല്ല. സോ ദർ ഇസ് നോ ഫ്രിക്ഷൻ. ആൻഡ് സിൻസ് ദർ ഇസ് നോ ഫ്രിക്ഷൻ, ദി ഹോഴ്സ് ഈസ് നോട്ട് ഏബിൾ ടു പുൾ എ കാർട്ട് ആൻഡ് റൺ. അടുത്ത ന്യൂട്ടന്റെ തേർഡ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് റിക്കോയിൽ ഓഫ് ഗൺ. ഇതും പലപ്പോഴും നമുക്ക് അതെന്താണെന്ന് ചോദിക്കാറുണ്ട്, അല്ല അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, അതുമല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളാണ്. റിക്കോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഗൺ എടുത്തിട്ട് അതിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യുകയാണ്. ഫയർ ചെയ്താൽ നിങ്ങൾക്കറിയാം ബുള്ളറ്റ് മുന്നേക്ക് പോവും, ഗണ്ണ് എന്ത് ചെയ്യും, ഗണ്ണ് ബാക്കിലേക്ക് മൂവ് ചെയ്യും. ഈ ഗണ്ണ് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഫിനോമിനെയാണ് നമ്മൾ റിക്കോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്. ആ വെലോസിറ്റിക്ക് പറയുന്നതാണ് റിക്കോയിൽ വെലോസിറ്റി. When a bullet is fired from a gun, the bullet moves forward while the gun moves backward. This motion is called the recoil of gun. The velocity with which the gun moves backward is called recoil velocity. അപ്പോൾ റിക്കോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് നമ്മുടെ തേർഡ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയാം. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, നമ്മുടെ ഈ സിസ്റ്റത്തിൽ മൊത്തത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഫയറിങ്ങിന് മുന്നേ ഉള്ള മൊമെന്റവും ഫയറിങ്ങിന് ശേഷമുള്ള മൊമെന്റവും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇപ്പം നമ്മുടെ എളുപ്പത്തിന് നമ്മളിവിടെ ബുള്ളറ്റ് വളരെ ചെറുതായതുകൊണ്ട് ബുള്ളറ്റിന്റെ മാസിന് സ്മോൾ എം എന്നും ഗണ്ണിന്റെ മാസിന് ക്യാപിറ്റൽ എം എന്നും കൊടുക്കുകയാണ്. ചില ടെക്സ്റ്റിനകത്ത് എം ബി എന്നും എം ജി എന്നും ആയിരിക്കും. നിങ്ങൾ ഇഷ്ടമുള്ള നൊട്ടേഷൻ യൂസ് ചെയ്യുക. അതുപോലെ ചെറിയതായതുകൊണ്ട് ബുള്ളറ്റ് ചെറുതായതുകൊണ്ടാണ് കേട്ടോ ബുള്ളറ്റിന്റെ മാസ് എം എന്ന് കൊടുത്തതുകൊണ്ട് വെലോസിറ്റിക്ക് സ്മോൾ വി എന്ന് കൊടുത്തു. ബട്ട് ബുള്ളറ്റിന്റെ വെലോസിറ്റിയാണ് കൂടുതൽ, അത് അറിഞ്ഞിരിക്കുക. ആൻഡ് ഗണ്ണിന്റെ വെലോസിറ്റിക്ക് ക്യാപിറ്റൽ വി എന്നും കൊടുത്തു. നമുക്ക് അറിയാം ഫയറിങ്ങിന് മുമ്പ് ബുള്ളറ്റും ഗണ്ണും റെസ്റ്റിലാണ്. ദാറ്റ് ഈസ് ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് എന്ന് പറഞ്ഞാൽ 0 ആണ്, 0. അതേസമയം ഫയർ ചെയ്ത ശേഷമോ വി വെലോസിറ്റിയിൽ ബുള്ളറ്റ് മുന്നോട്ട് പോവുകയാണ്. സോ അതിൻ്റെ മൊമെന്റം എം ഇൻറ്റു വി ആണ്. ക്യാപിറ്റൽ വി വെലോസിറ്റിയിൽ ഗണ്ണ് ബാക്കിലേക്ക് നീങ്ങുകയാണ്. സോ അതിൻ്റെ മൊമെന്റം ക്യാപിറ്റൽ എം ഇൻറ്റു വി ആണ്. സോ ദിസ് ഈസ് ദി ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ, ആഫ്റ്റർ ഫയറിംഗ്, എം വി പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി. നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അനുസരിച്ച് ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പം നമുക്കത് ഈക്വേറ്റ് ചെയ്യാം. ഈക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. റീഅറേഞ്ച് ചെയ്ത് നമുക്ക് റിക്കോയിൽ വെലോസിറ്റി ആണ് കാണേണ്ടത്. ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു മൈനസ് സ്മോൾ എം ഇൻറ്റു വി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം. ഇവിടെ മൈനസ് സൈൻ കാണിച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ബുള്ളറ്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗണ്ണ് ബാക്കിലേക്ക് പോവുകയാണ്, റിക്കോയിലിംഗ് ആണ് അവിടെ നടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ആയിരിക്കണം. ഇത് നമുക്ക് പ്രോബ്ലം സൈഡായിട്ടും ചോദിക്കാറുണ്ട്. അത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ്. A machine gun of mass 10 kg fires 20 gram bullets at the rate of 10 bullets per second with a speed of 500 meter per second. What force is required to hold the gun in place? പത്ത് കിലോഗ്രാം മാസുള്ളൊരു മെഷീൻ ഗണ്ണായിരുന്നു. അത് ഉപയോഗിച്ച് നമ്മൾ ഫയർ ചെയ്യുകയാണ്. ഫയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ബുള്ളറ്റ്സ് പുറത്തേക്ക് വരികയാണ്. ഓരോ ബുള്ളറ്റിൻ്റെ മാസ് 20 ഗ്രാം വീതമാണ്. അതിൻ്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് 500 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നത്. ഒരു സെക്കൻഡിൽ 20 ബുള്ളറ്റ് വീതമാണ് പുറത്തേക്ക് പോകുന്നത്. നമുക്ക് വേണ്ടുന്നത് റിക്കോയിൽ വെലോസിറ്റി ആയിരുന്നു. റിക്കോയിൽ വെലോസിറ്റി കാണണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? റിക്കോയിൽ വെലോസിറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു എം വി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം. ഇത് നമ്മൾ അതിൻ്റെ വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. മൈനസ് സൈൻ ഇട്ടാൽ ബാക്കിലേക്കാണെന്ന് നമുക്ക് കിട്ടും. സോ 20 ഗ്രാം എന്നുള്ളതിന് നമ്മൾ കിലോഗ്രാം ആക്കി മാറണം. 2 × 10⁻² കിലോഗ്രാം, അല്ലെങ്കിൽ 20 × 10⁻³ കിലോഗ്രാം ഇൻറ്റു 500 ഡിവൈഡ് ബൈ 10. 1 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് നമ്മുടെ ഗണ്ണ് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എത്ര ഫോഴ്സ് കൊടുത്താലാണ് ആ ഗണ്ണ് മൂവ് ചെയ്യാതെ നിർത്താൻ സാധിക്കുക എന്നാണ് ചോദ്യം.
ചോദ്യം അതാണ്, റീകോയിൽ വെലോസിറ്റി കാണാനല്ല. അപ്പോൾ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് മുന്നോട്ട് പോകും, ഗണ്ണ് ബാക്കിലേക്ക് പോകും. ഗണ്ണ് ബാക്കിലേക്ക് പോകരുത്. ബാക്കിലേക്ക് പോവാതെ അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതിന് എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്നാണ് ചോദ്യം. അപ്പം ഗണ്ണ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിക്കണം. അപ്പോൾ വെലോസിറ്റി കണ്ടു, മൊമെൻറ്റം നമുക്ക് കണ്ടുപിടിക്കാം. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസിനെ ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വെലോസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അത് സ്റ്റോപ്പ് ആക്കണമെങ്കിൽ ഫൈനൽ മൊമെൻറ്റ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇവിടെ 1 സെക്കൻഡിൽ നമുക്ക് 10 ബുള്ളറ്റ് വീതമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടൈം എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? 1/10 എടുത്ത് ചെയ്യുക. സോ 10 കിലോഗ്രാമാണ് നമ്മുടെ ഗണ്ണിൻ്റെ മാസ് ഇൻറ്റു 1 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ സ്പീഡ്. 10 bullets are being fired in 1 second. So time is 1/10. ഒരു ബുള്ളറ്റ് പോകുമ്പോൾ അത് നേരെ നിർത്താൻ വേണ്ടുന്നത്. സോ ഇസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ. 100 ന്യൂട്ടൺ ആണ് നമുക്ക് വേണ്ടുന്ന ഫോഴ്സ്. അടുത്ത ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഘർഷണം. അതായത് ഒരു വസ്തു അല്ലെ ഒരു സർഫസ് മറ്റൊരു സർഫസിന് മുകളിൽ നീങ്ങുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഓപ്പോസിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. The property by virtue of which an opposing force is generated between two surfaces in contact of bodies in relative motion is called friction. അതൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഓബ്ജക്ട്സ് അല്ലെ രണ്ട് സർഫസസ് ഒന്ന് മറ്റൊന്നിന്റെ മുകളിൽ നീങ്ങുക, അല്ലെങ്കിൽ രണ്ടും പരസ്പരം നീങ്ങാം. അങ്ങനെ ആ കോണ്ടാക്റ്റിലുള്ള രണ്ട് ഒബ്ജക്ട്സുകൾ തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ ആ മോഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഓപ്പോസിംഗ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നു. ദാറ്റ് പ്രോപ്പർട്ടിക്ക് നമ്മൾ ഫ്രിക്ഷൻ എന്നും ആ ഓപ്പോസിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നമുക്ക് വേണ്ടുന്നത് റിലേറ്റീവ് മോഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി പല ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. പേരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുമ്പോൾ, നമ്മൾ ഇപ്പോൾ നമ്മുടെ തറയിൽ ഒരു ടേബിള് ഇട്ടേക്കുന്നു. ഇപ്പോൾ ടേബിൾ ആ തറയിൽ റെസ്റ്റിലാണ്, പക്ഷെ ടേബിളും ഗ്രൗണ്ടും തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുന്ന ടൈമിൽ അതിനകത്തുള്ള ഫ്രിക്ഷനെയാണ് നമ്മൾ പറയുന്നത്, ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുക. ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സഫീഷ്യൻറ്റ് ഫോഴ്സ് ഇല്ലെങ്കിൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങത്തില്ല. പക്ഷെ അന്നേരം ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. നമ്മൾ മുന്നോട്ട് പിടിച്ച് വലിക്കാൻ നോക്കുകയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആ മോഷനെ ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ മൂവ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് കംസ് ഇൻടു പ്ലേ when one body tends to move over the surface of another but the actual motion has not yet started. യഥാർത്ഥ മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ വലിക്കുകയാണ്, വലിയൊരു അലമാരയോ കട്ടിലോ ആണെന്ന് വിചാരിക്കുക, നമ്മൾ പിടിച്ച് വലിക്കുകയാണ്, നമ്മൾ ചെറിയ ഫോഴ്സിലാണ് വലിക്കുന്നത്. നമ്മൾ മുന്നോട്ട് വലിക്കാൻ നോക്കുമ്പോൾ ഫ്രിക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ അന്നേരം മൂവ്മെന്റ് ഇല്ല. മൂവ്മെന്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നിങ്ങൾക്കറിയാം, അത് ഫ്രിക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൂടിയാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും? കൂടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വലിയൊരു കട്ടിൽ പിടിച്ച് വലിക്കുക എന്ന് വിചാരിക്കുക, ചെറിയൊരു ഫോഴ്സ് കൊടുത്തു, അപ്പോൾ അത്രയും തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഉണ്ടാവും. നമ്മൾ കൂട്ടാൻ തുടങ്ങി, അപ്പോൾ വീണ്ടും അത് കൂടും. അങ്ങനെ കൂടി ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന് മാക്സിമം വാല്യൂ ഉണ്ട്. ആ മാക്സിമം വാല്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടത്തില്ല. അന്നേരം നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ദി മാക്സിമം വാല്യൂ ഓഫ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ബിഫോർ ദി ബോഡി സ്റ്റാർട്ട്സ് മൂവിങ് ഓവർ എ സർഫസ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? ലിമിറ്റിംഗ് ഫ്രിക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് തുടങ്ങും. അടുത്തത് കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഡൈനാമിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ കേൾക്കുമ്പോൾ അറിയാം, മൂവ് ചെയ്യുന്ന ടൈമിൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. The opposite force that comes into play when one body is actually moving over the surface of another body. ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന്റെ മുകളിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കട്ടിൽ പിടിച്ച് വലിച്ച് നീക്കി നിരക്കാൻ തുടങ്ങി. ആ സമയത്ത് ആ കട്ടിലിന്റെ കാലും തറയും തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ. നമ്മൾ ഇതിനൊരു ഗ്രാഫ് ഉണ്ട്. ഈ ഗ്രാഫ് അറിഞ്ഞിരിക്കണം.
നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് ആണിത്. അപ്ലൈഡ് ഫോഴ്സ് കൂട്ടുന്തോറും എന്താ കണ്ടോ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മൾ പറയുന്നത് എന്ത് ഫോഴ്സ്, സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല, റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന് നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്തു, അപ്പോൾ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി. വീണ്ടും ഫോഴ്സ് കൂട്ടി, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി. അങ്ങനെ കൂടി 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 സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു മാക്സിമം വാല്യൂ എത്തി. അതിനെയാണ് നമ്മൾ പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടത്തില്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയാൻ തുടങ്ങും. ആ കുറഞ്ഞത് കാരണം എന്ത് ചെയ്യാൻ തുടങ്ങും, ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അന്നേരം ഉള്ളതിനെ നമ്മൾ എന്ത് പറയുന്നത്, കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ നിയമങ്ങളുണ്ട്, ലോസ് ഓഫ് ഫ്രിക്ഷൻ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ലോ ഇതാണ്. The limiting static frictional force depends on the nature of two surfaces in contact. അപ്പം നമ്മൾ പറഞ്ഞു ഒരു വസ്തു മറ്റൊരു ഒബ്ജക്റ്റിന് മുകളിൽ പിടിച്ച് വലിച്ച് നമ്മൾ നിരക്കുകയാണ്. അപ്പോൾ അവിടെ ഉള്ള മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ആ രണ്ട് സർഫസുകളുടെയും നേച്ചറിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിൽ, ഇപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ കേസ് തന്നെ നമ്മൾ ഡെസ്ക് ഒരു കട്ടിൽ ഇട്ടേക്കാണ്. ഈ കട്ടിലിനടിയിൽ ചില ബുഷ് പിടിപ്പിച്ചിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്ലാസ്റ്റിക്കിൻ്റെ. ഈ ബുഷ് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് നീക്കാൻ പറ്റും. കാരണം എന്താ, അന്നേരം സർഫസ് മാറി. നേരത്തെ തടിയായിരുന്നു, തടിയും തറയും തമ്മിലായിരുന്നു നേരത്തെ ഫ്രിക്ഷൻ, അത് കൂടുതലാണ്. അതേസമയം നമ്മളൊരു പ്ലാസ്റ്റിക് ബുഷ് വെച്ചാൽ ആ ബുഷും ഈ തറയും തമ്മിലാണെങ്കിൽ സർഫസ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് മാറി, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കുറഞ്ഞു. സോ ഏതൊക്കെ സർഫസ് ആണോ എടുത്തേക്കുന്നത് ആ രണ്ട് സർഫസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഉണ്ടാവുക. നമ്മൾ അതാണ് ചില സർഫസ് ഒക്കെ സ്മൂത്ത് ആക്കുന്നതൊക്കെ പറയത്തില്ല. സ്മൂത്ത് ആക്കുമ്പോൾ പറഞ്ഞാൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തറയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടി ഉടനെ തെന്നി വീഴുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ കുറയുകയാണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കുറയുകയാണ്, സർഫസിന്റെ പ്രോപ്പർട്ടി അവിടെ മാറുകയാണ്. ദിസ് ഈസ് ദി ഫസ്റ്റ് ലോ. രണ്ടാമത്തത്, ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും റെസ്റ്റിലുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് നേരെ താഴേക്ക് ആക്ട് ചെയ്യും, വെർട്ടിക്കലി ഡൗൺവേർഡ്. അതിനെ നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഗ്രൗണ്ട് അപ്പോൾ തന്നെ നേരെ മുകളിലേക്ക് വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ആയിട്ട് ഒരു റിയാക്ഷൻ എക്സേർട്ട് ചെയ്യും. ആ റിയാക്ഷനെയാണ് നമ്മൾ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് എന്തിന് തുല്യമായിരിക്കും, ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റിന് തുല്യമായിരിക്കും. അപ്പം ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ്, സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ FS എന്ന് ഇട്ടേക്കുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു വലിയ ഒരു കട്ടിൽ പിടിച്ച് വലിക്കുമ്പോഴാണോ എളുപ്പം, അതോ ചെറിയൊരു സ്റ്റൂൾ പിടിച്ച് വലിക്കാനായിരിക്കും എളുപ്പം? സ്റ്റൂൾ പിടിച്ച് വലിക്കാൻ എളുപ്പം. കാരണം എന്താ, അതിൻ്റെ വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് അതിന് നോർമൽ റിയാക്ഷൻ കൂടുതലാണ്. സ്റ്റൂൾ പിടിച്ച് വലിക്കാനാണ് എളുപ്പം, കാരണം അതിൻ്റെ വെയിറ്റ് കുറവാണ്, അപ്പോൾ അവിടുത്തെ നോർമൽ റിയാക്ഷൻ കുറവാണ്. അതേസമയം കട്ടിലാണെങ്കിലോ കട്ടിലിൻ്റെ വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കട്ടിലിൻ്റെ നോർമൽ റിയാക്ഷൻ വളരെ കൂടുതലാണ്. അതാണ് പറഞ്ഞത്, നോർമൽ റിയാക്ഷൻ കൂടുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടും. അടുത്ത മൂന്നാമത്തെ ലോ പറയുന്നത് ഇറ്റ് ആക്ട്സ് ടാൻജൻഷ്യൽ ടു ദി ടു സർഫസസ് ഇൻ കോണ്ടാക്ട്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് സർഫസുകൾക്ക് ഇടയിലുള്ള ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, അല്ലാതെ പെർപെൻഡിക്കുലർ ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ആക്ടിങ് ടാൻജൻഷ്യൽ ടു ദി ടു സർഫസസ് ഇൻ കോണ്ടാക്ട്. നാലാമത്തെ ലോ പറയുന്നത് FS ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് ആസ് ലോങ് ആസ് ദി നോർമൽ റിയാക്ഷൻ സ്റ്റേസ് ദി സെയിം. ഈ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ റിയാക്ഷനെ മാത്രമാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എത്ര ഏരിയയിലുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏരിയ എത്ര ആയാലും ശരി, ഈ നോർമൽ റിയാക്ഷൻ വെയിറ്റ് മാറാത്തിടത്തോളം കാലം ഒരേ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുക. FS is proportional to N. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ രണ്ടാമത്തെ ലോയെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്നുള്ളതിൻ്റെ ആണ് നമ്മൾ N എന്ന് യൂസ് ചെയ്യുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് റിയാക്ഷൻ എന്നുള്ളതിന് ക്യാപിറ്റൽ R യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ളൊരു നൊട്ടേഷൻ എപ്പോഴും ഫോളോ ചെയ്യുക. ഓർ FS is equal to μS. പ്രൊപ്പോർഷണാലിറ്റി മാറുന്നത് നിങ്ങൾക്ക് അറിയാം, എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, μS into N. ഈ μSനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതൊരു കോൺസ്റ്റന്റ് ആണ്. അല്ലെ, μS is equal to എന്ത് വരും, FS by
n. Fs എന്നൊരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. നോർമൽ റിയാക്ഷൻ ഈസ് ഓൾസോ അനദർ ഫോഴ്സ്. രണ്ട് ഫോഴ്സുകൾ തമ്മിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ മ്യൂസ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഇല്ലാത്ത, യൂണിറ്റ് ഇല്ലാത്ത ഒരു നമ്പർ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഡയമെൻഷൻലെസ്, യൂണിറ്റ്ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. മ്യൂസ് ഇസ് ഈക്വൽ ടു Fs by n. ഇതേപോലെ തന്നെ ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും ഉണ്ട്. കൈനറ്റിക് ഫ്രിക്ഷൻ രണ്ട് തരമുണ്ട്. കൈനറ്റിക് ഫ്രിക്ഷൻ മൂവ് ചെയ്യുമ്പോൾ മൂവ്മെന്റ് രണ്ട് തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ട്. ഒന്ന് സ്ലൈഡിങ്ങും ഒന്ന് റോളിങ്ങും. സ്ലൈഡ് ചെയ്യാൻ നേരങ്ങി നീങ്ങുക. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ വലിയൊരു ഭാരമുള്ള ഒരു പെട്ടി കൊണ്ട് വെച്ചേക്കുക. ആ പെട്ടി നമ്മൾ വലിച്ചു നീക്കുമ്പോൾ അത് നിരങ്ങുകയാണ് ചെയ്യുന്നത്. അന്നേരമുള്ള ഫ്രിക്ഷനെയാണ് പറയുന്നത് സ്ലൈഡിങ് ഫ്രിക്ഷൻ. ഇനി അത് നമ്മളൊരു ട്രോളിയുടെ മുകളിൽ വെച്ചിട്ട് നമ്മൾ പിടിച്ച് വലിക്കുകയാണെങ്കിലോ അപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് നീങ്ങാൻ പറ്റും. കാരണം അവിടെ ചക്രം വന്നപ്പോഴത്തേക്കിനും അവിടെ റോളിംഗ് ആയിട്ട് മാറി. സോ സ്ലൈഡിങ് ഫ്രിക്ഷൻ മീൻസ് ഇറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി ഈസ് ആക്ച്വലി സ്ലൈഡിങ് ഓവർ ദി സർഫസ് ഓഫ് അനദർ ബോഡി. ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന്റെ മുകളിൽ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഫോഴ്സിനെയാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി ഈസ് ആക്ച്വലി റോളിംഗ് ഓവർ ദി സർഫസ് ഓഫ് അനദർ ബോഡി. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷനെക്കാട്ടിലും കുറവായിരിക്കും റോളിംഗ് ഫ്രിക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാഹനങ്ങൾക്കൊക്കെ ചക്രം വെച്ചേക്കുന്നത്. ചക്രം വെക്കുമ്പോഴത്തേക്കിനും അതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് വളരെ കുറവാണ്. ഇനി നമുക്ക് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ നോക്കാം. അത് നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷനിലെ പോലെ തന്നെയാണ്. ദി ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ടു സർഫസസ് ഇൻ കോണ്ടാക്ട്. നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ലോ പറഞ്ഞ പോലെ തന്നെയാണ് രണ്ട് സർഫസസുകൾ തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അവരുടെ നേച്ചറിനെ ആശ്രയിച്ചിരിക്കും. നമ്മളിപ്പം പിന്നെ നല്ലപോലെ എണ്ണ ഒഴുകി കിടക്കുന്ന ഒരു മാർബിൾ പ്രതലത്തിൽ കൂടെ നടന്നു പോകുന്നത് നമ്മൾ തെന്നിയടിച്ച് വീഴും. അതേസമയം നമ്മൾ വളരെ പരിപരുത്ത ഒരു സർഫസിൽ കൂടെ നടന്നു പോകുന്നത് വീഴത്തില്ല. കാരണം രണ്ടും രണ്ട് തരത്തിലുള്ള പ്രതലമാണ്. അപ്പോൾ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വ്യത്യാസമുണ്ട്. കൈനറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. അത് ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. എത്ര വലിയ ഏരിയ ആണെങ്കിലും ആ സർഫസുകളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. Kinetic friction is independent of the velocity of sliding provided this does not affect the surface. അപ്പം സ്പീഡ് കൂടിയെന്ന് വെച്ചിട്ട് സാധാരണഗതിയിൽ ആ സർഫസിന് വ്യത്യാസമൊന്നും വരുന്നില്ല എങ്കിൽ, നമ്മൾ സ്പീഡ് കൂടിയിട്ട് സർഫസ് മൊത്തത്തിൽ നിലംപരിച്ചാവോ അല്ലെങ്കിൽ അതിൻ്റെ സ്മൂത്ത്നെസ്സിന് മാറ്റമൊക്കെ സംഭവിക്കുവാനേ ഉള്ള കേസല്ല. അതല്ലാതെ സ്പീഡ് കൂട്ടിയാലോ കുറഞ്ഞാലോ ഒന്നും കൈനറ്റിക് ഫ്രിക്ഷന് വേരിയേഷൻ ഒന്നും വരുന്നില്ല. And the kinetic frictional force is directly proportional to normal reaction. നോർമൽ റിയാക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. വെയിറ്റ് കൂടിയ വസ്തുവാണ് എങ്കിൽ അതിന് കൈനറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. വെയിറ്റ് കുറഞ്ഞ വസ്തുവാണെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായിരിക്കും. ദാറ്റ് ഈസ് Fk പ്രൊപ്പോർഷണൽ ടു n. ഓർ നേരത്തെ പറഞ്ഞ പോലെയാണ്, അത് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കുക. Fk is equal to mu k into n. ആ k എന്ന് ഉദ്ദേശിക്കുന്ന കൈനറ്റിക്, നേരത്തെ മ്യൂ എസ് എന്നിട്ടേക്കുന്നത് സ്റ്റാറ്റിക്. അപ്പം മ്യൂ കെയുടെ പേരെന്തായിരിക്കും? മ്യൂ കെ ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. അതിന്റെ വാല്യൂ എന്തുവരും? മ്യൂ കെ ഈസ് ഈക്വൽ ടു Fk/n. ഈ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ട് സാധാരണ പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ നോർമൽ റിയാക്ഷൻ തന്നിട്ടും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണെന്ന് കാണാൻ ചോദിക്കും. അതല്ല എങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സും നോർമൽ റിയാക്ഷനും തന്നിട്ടുണ്ടാവും. നിങ്ങൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും കാണാൻ ചോദിക്കും. അപ്പോൾ രണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും. രണ്ടിനും യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ഇനി നമുക്ക് ഈ ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് നിങ്ങൾക്കറിയാം. നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നടക്കാനും ഏതെങ്കിലും ഒരു വസ്തു പിടിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നത് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ വളരെ വഴുവഴുത്ത ഒരു സാധനമാണ്, ഇപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് എണ്ണമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീണ് പൊട്ടിപ്പോവും. നിങ്ങൾ കെമിസ്ട്രി പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പം എണ്ണയോ ഒഴിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡൊക്കെ വെച്ച് ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പറ്റിക്കഴിഞ്ഞിട്ട് ഈ ഗ്ലാസ് ഇതിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, കോണിക്കൽ ഫ്ലാസ്ക് ഒക്കെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് തെന്നിപ്പോവും. അതേപോലെ സോപ്പ് പറ്റിയിരിക്കുകയൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവും. കാരണം എന്താ, അന്നേരം ഫ്രിക്ഷൻ കുറയുകയാണ്. സോ നമ്മൾ വസ്തുക്കളെ പിടിച്ചു വെക്കാനും നമുക്ക് നടക്കാനും ഒക്കെ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ മാതിരി ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റോപ്പ് വെഹിക്കിൾസ് വെൻ ബ്രേക്ക് ഈസ് അപ്ലൈഡ്. ബ്രേക്ക് അപ്ലൈ ചെയ്യുമെന്ന് പറയുമ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടി നിർത്താൻ കാര്യം ആ ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ മൂലമാണ്.
ഇനി അതേ അഡ്വാൻറ്റേജസ് ഉള്ള പോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തായിരിക്കും ഡിസഡ്വാൻറ്റേജ്? ടു ഓവർകം ഫ്രിക്ഷൻ വർക്ക് ഹാസ് ടു ബി ഡൺ, ഹെൻസ് യൂസ്ഫുൾ എനർജി ഈസ് കൺവേർട്ടഡ് ആസ് ഹീറ്റ് എനർജി. നിങ്ങൾക്കറിയാം ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാനായിട്ടും കൂടെ വർക്ക് ചെയ്യണം. വെറുതെ മുന്നോട്ട് നീങ്ങിയാൽ മാത്രം വർക്ക് ചെയ്താൽ പോരാ, ആദ്യമേ മൂവ് ചെയ്യുന്നതിന് മുമ്പ് ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. മൂവ് ചെയ്യുന്ന സമയത്തും ഫ്രിക്ഷനെ ഓവർകം ചെയ്യണം. അപ്പോൾ കുറേ എനർജി നമ്മൾ ഉപയോഗിക്കുന്ന കുറേ എനർജി ആവശ്യമില്ലാതെ ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഹീറ്റ് എനർജി ആയിട്ട് നമുക്ക് നഷ്ടപ്പെടും. സോ എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ എനർജി ലോസ് ഉണ്ടാകുമ്പം സ്വാഭാവികമായും മെഷീൻസിൻ്റെയൊക്കെ എഫിഷ്യൻസി കുറയും. കാരണം നമ്മൾ കൊടുക്കുന്നതിൻ്റെ അത്രയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മൂവിങ് പാർട്സിനകത്ത്, മെഷീൻസിൻ്റെ ഒക്കെ മൂവിങ് പാർട്സിനകത്ത് വെയർ ആൻഡ് ടയർ, തേയ്മാനം ഉണ്ടാവുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ടയർ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടയർ തേയ്മാനം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. കാരണം എന്താ, ഈ അനാവശ്യം ഈ പറഞ്ഞ പോലെ തറയുമായിട്ട് ഉരസിയിട്ടാണ് തേയ്മാനം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ഈ മൂവിങ് പാർട്സിൽ തേയ്മാനം ഉണ്ടാവുന്നതിന് ഒരു കാരണമാണ് ഫ്രിക്ഷൻ. അപ്പോൾ ഈ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് പഠിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കറിയാം തീപ്പെട്ടി ഉരച്ച് നമുക്ക് തീപ്പെട്ടിക്കുള്ളി ഉരച്ച് കത്തിക്കാനൊക്കെ സാധിക്കുന്ന, അതൊക്കെ ഈ പറഞ്ഞ പോലെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ്. അപ്പം ഇനി ഇതിൽ കൂടുതൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നിങ്ങളത് കൂടെ അന്വേഷിച്ച് പഠിച്ചു വെക്കുക. അതുപോലെ എയർ റെസിസ്റ്റൻസ് ഇറ്റ് ഇസ് ഓൾസോ ഫ്രിക്ഷൻ ആണ്. എയർ റെസിസ്റ്റൻസ് എയറിൽ കൂടെ നമ്മൾ ഒബ്ജക്റ്റ് മുന്നോട്ട് നീങ്ങുമ്പം എയർ എക്സേർട്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വെഹിക്കിൾസിൻ്റെയൊക്കെ സ്പീഡ് കുറയാനായിട്ടത് കാരണം ആവാറുണ്ട്. അടുത്തയാണ് നമുക്ക് പഠിക്കാനുള്ളത് സർക്കുലർ മോഷൻ ആണ്. അത് നമ്മുടെ ഈ ഫ്രിക്ഷനെയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. In the case of a body executing circular motion, we have the expression for its centripetal acceleration as v square by r, where v is the speed of the body and r is the radius of the circular path. നമ്മൾ 2-dimension മോഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നും അതിൻ്റെ കറസ്പോണ്ടിങ് ആക്സലറേഷൻ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്നും പഠിച്ചതാണ്. അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചതാണ്. എം മാസ് ആണ് ഒബ്ജക്റ്റിനെങ്കിൽ അന്നേരം ആക്ട് ചെയ്യുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് F is equal to mv²/r. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ ആണ് മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ്. ലെവലായിട്ടുള്ള ഒരു കർവിൽ എങ്ങനെയാണ് ഒരു കാർ സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. Consider a car of mass m moving on a flat circular path of radius r at a constant speed v. The centripetal force necessary for its turn is provided by the friction between the tire and the road. ഒരു വളവിലൂടെ, വളവ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു വളവാണ്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, തറ നിരപ്പായിട്ട് കിടക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതൊരു വലിയ വളവാണ്. വളവിൽ കൂടെ ഒരു കാറ് പോവുകയാണ്. കാറ് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വളഞ്ഞു പോകുമ്പോൾ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് വരണം അല്ലേ? ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നത് ആരാണ്? കാറിൻ്റെ ടയറും ഈ റോഡും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ് ആവശ്യത്തിനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാറിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്? കാറിങ്ങനെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ വെയിറ്റ് നേരെ താഴേക്ക് mg ആക്ട് ചെയ്യും. സ്വാഭാവികമായിട്ട് നോർമൽ റിയാക്ഷൻ അതും mg തന്നെയാണ്, അത് നേരെ മുകളിലേക്ക് ആക്ട് ചെയ്യും. പിന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് mv²/r. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് F is equal to μs into r. ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് മ്യൂസ് ആറും, കാരണം മ്യൂസ് എന്ന് ഇവിടെ എടുക്കാൻ കാരണം മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ എടുത്തതേ ഉള്ളൂ. മ്യൂസ് is equal to മ്യൂസ് into mg. ഇപ്പോൾ സേഫായിട്ട് ഇത് വളഞ്ഞു പോകണം, ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവാതെ സേഫായിട്ട് ഇത് വളഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സിനെക്കാട്ടിലും എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് സേഫായിട്ട് പോകാനായിട്ട് സാധിക്കുക. So mv²/r should be less than or equal to μs into mg. ഇവിടെ നമുക്ക് m ഉം ക്യാൻസൽ ചെയ്ത് പോവും.
ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വെലോസിറ്റിയാണ് കിട്ടേണ്ടത്. വെലോസിറ്റി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു √μs × rg. ഓക്കെ, അപ്പോൾ ഇവിടെ r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി സർക്കുലർ കർവാണ്. ആ കർവിൻ്റെ റേഡിയസ് ആണ് r. g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. μs എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതായത് നമ്മൾ വണ്ടി വളവ് വളയുന്ന സമയത്ത് ഈ പറയുന്ന വെലോസിറ്റിയെക്കാളും v = √μs × rg എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റിയെ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഈ വെലോസിറ്റി എക്സീഡ് ചെയ്ത് എന്ത് സംഭവിക്കും? ഈ കാറ് റോഡിൽ നിന്ന് സ്കിഡ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വലിയ വളവൊക്കെ ഉള്ള സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും. കാരണം അത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്പീഡ് ലിമിറ്റ്. ഈ സ്പീഡ് ലിമിറ്റ് കടന്നു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആക്സിഡൻറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ സ്പീഡ് ലിമിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കുറയുകയാണ് എങ്കിൽ എന്ത് പറ്റും? അന്നേരം ഈ പറഞ്ഞ മാതിരി വെലോസിറ്റി നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന വെലോസിറ്റി ആണെങ്കിൽ പോലും ചില സമയത്ത് എന്ത് പറ്റും? ആക്സിഡൻറ്റ് ഉണ്ടാവും. അതാണ് ഈ മഴ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ആക്സിഡൻറ്റ്സ് കൂടുന്നത്. കാരണം മഴ നനഞ്ഞു കിടക്കുമ്പം ആ മഴയുടെ ഇതും കൂടെ കാരണം ഫ്രിക്ഷൻ കുറയും. ഫ്രിക്ഷൻ കുറയുമ്പം സ്വാഭാവികമായിട്ടും ഇതിനകത്ത് മ്യൂസ് കുറയും. മ്യൂസ് കുറയുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞേക്കുന്ന ആ സേഫ് സ്പീഡിനെക്കാട്ടിലും കുറഞ്ഞ സ്പീഡിൽ പോയാൽ മാത്രമേ നമുക്ക് ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. ഒരു ലെവൽ റോഡിൽ കൂടെ വളവിൽ ഒരു വാഹനം പോവുകയാണെങ്കിൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന വെലോസിറ്റി, അതിനകത്ത് ആ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ വെഹിക്കിളിന് ഉണ്ടാകാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി എത്ര ആണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. അപ്പോൾ എന്താണ് ഈ ബാങ്ക്ഡ് റോഡ് എന്നാണ്? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു വളവിൽ കൂടെ, ആ വളവ് എന്ന് പറഞ്ഞാൽ നേരെ, അതായത് നിരപ്പായിട്ടുള്ള വളവിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞു, സേഫ് സ്പീഡിൽ പോകണമെങ്കിലുള്ള വെലോസിറ്റി എത്രയായിരുന്നു? √μs × rg. അതിൽ കൂടി കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുകയും ചെയ്തു, ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ മ്യൂസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സ്പീഡ് പോയാൽ പോലും ഒരു പക്ഷേ ആക്സിഡൻറ്റ് ഉണ്ടാവും, അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫോഴ്സ് പോയാലും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ് ഓഫ് റോഡ്സ് മീൻസ് റേസിംഗ് ദി ഔട്ടർ എഡ്ജ് ഓഫ് എ കർവ്ഡ് റോഡ് above the inner edge to prevent skidding of vehicles. അതായത് ഒരു വളവിൽ നമ്മൾ അതിൻ്റെ പുറത്തേക്കുള്ള ഭാഗം കുറച്ച് ഉയർത്തിയിട്ടായിരിക്കും ആ വളവിൽ ഉണ്ടാക്കുക. ഉള്ളിലേക്കുള്ള ഭാഗത്തേക്കാളും റോഡിൻ്റെ പുറത്തേക്കുള്ള ഭാഗം കുറച്ച് ഉയർത്തിയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ബാങ്കിങ് ഓഫ് റോഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബാങ്കിങ് ഓഫ് റോഡ്സ് ഉണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറഞ്ഞാൽ പോലും ഈ പറഞ്ഞ മാതിരി സ്കിഡിങ് ഉണ്ടാവത്തില്ല. As the friction between the tire and the road decreases, the maximum speed for safe turn of the car also decreases. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ആ കേസാണ്. But by raising its outer edge, part of its normal reaction is also available for increasing the centripetal force. കഴിഞ്ഞ കേസിൽ നമ്മൾ പറഞ്ഞത് ഒരു നിരപ്പായ വളവിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമേ ആവശ്യത്തിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതേസമയം ഇങ്ങനെ ലെവൽ റോഡ് ആവാതെ കുറച്ച് ബാങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ നോർമൽ റിയാക്ഷൻ്റെ ഒരു പാർട്ടും നമുക്ക് ആവശ്യത്തിനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യും. സോ ഇൻ കേസ് ഫ്രിക്ഷൻ പോയാലും ഫ്രിക്ഷൻ കുറഞ്ഞാലും ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആരുണ്ടാവും? നമ്മുടെ നോർമൽ റിയാക്ഷൻ്റെ ഒരു പാർട്ട് ഉണ്ടാവും. The angle which the surface of the road makes with the horizontal is called angle of banking. അപ്പോൾ ഇത് നിരപ്പാക്കാതെ കുറച്ച് ഭാഗം ഉയർത്തിയിട്ടാണ്, അതായത് ഒരു സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അത് എത്രമാത്രം ആംഗിളിലാണോ സ്ലോപ്പ് കൊടുക്കുന്നത് ആ സ്ലോപ്പിനെയാണ്, അല്ലെ ആ ആംഗിളിനെയാണ് നമ്മൾ പറയുന്നത് ആംഗിൾ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത്. Let mg be the weight of a vehicle moving with a speed v around a banked road of radius r. ഒരു വെഹിക്കിൾ, നിങ്ങൾ കാറോ എന്ത് വേണമെങ്കിലും വിചാരിക്കുക, അതിൻ്റെ മാസ് എം ആണ്. അപ്പോൾ അതൊരു ബാങ്ക്ഡ് റോഡിൽ കൂടെ കറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കർവിൻ്റെ റേഡിയസ് 6 ആണ്. അതിൻ്റെ വെയിറ്റ് mg നേരെ താഴേക്ക് ആക്ട് ചെയ്യുകയാണ്. അതിൻ്റെ വെലോസിറ്റി v ആണ്. ഇറ്റ്സ് നോർമൽ റിയാക്ഷനെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം, r cos തീറ്റ ആയും r sin തീറ്റയും. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കാറ് കണ്ടോ, ഇത് ഔട്ടർ എഡ്ജ്, വളവിൻ്റെ ഔട്ടർ എഡ്ജ് കുറച്ച് ഉയർത്തിയിൽ ആക്കിയേക്കാണ്. ഈ ഉയർത്തിയേക്കുന്ന എത്ര ആംഗിളിലാണ്? ഈ ആംഗിൾ തീറ്റയ്ക്കാണ് നമ്മൾ ആംഗിൾ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത്.
നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലായിരുന്നെങ്കിൽ കാറിൻ്റെ വെയിറ്റ് നേരെ mg താഴേക്കും നോർമൽ റിയാക്ഷൻ r നേരെ മുകളിലേക്കും ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കണ്ടോ, ഇതിങ്ങനെ ചെരിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് വെയിറ്റ് എപ്പോഴും നേരെ താഴേക്ക് ആക്ട് ചെയ്യുക, അത് ഓർക്കുക. അതുപോലെ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അത് ഇരിക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ, അതായത് ഈ സർഫസിലാണ് ഈ കാർ ഇരിക്കുന്നത്, അതിന് പെർപെൻഡിക്കുലർ. അതുകൊണ്ടാണ് നോർമൽ എന്ന് പറഞ്ഞാൽ സർഫസിന് പെർപെൻഡിക്കുലർ. ആ ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. വെയിറ്റ് എപ്പോഴും നേരെ താഴേക്ക് ആക്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ നോർമൽ റിയാക്ഷൻ എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ ബാങ്ക് ചെയ്തിട്ടില്ലായിരുന്നു, നേരെ നേളിലേക്കായിരുന്നു അതിൻ്റെ നോർമൽ റിയാക്ഷൻ. പക്ഷേ ഇത് ബാങ്ക് ചെയ്തത് കാരണം നോർമൽ റിയാക്ഷൻ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. സോ വെർട്ടിക്കലുമായിട്ടൊരു തീറ്റ ആംഗിളിലാണ് മേക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഓഫ് ബാങ്കിങ് തന്നെയാണ് ഇവിടെ മേക്ക് ചെയ്യുന്നത്. സോ നമ്മൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ പഠിച്ചതാണ്. ഈ ആറിനെ വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ, ആർ കോസ് തീറ്റ. ഇത് തീറ്റ ആണ് എങ്കിൽ ബാക്കി ഇത് എത്ര ആയിരിക്കും വരുന്നത്? 90 മൈനസ് തീറ്റ. സോ ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ആർ ഇൻറ്റു കോസ് 90 മൈനസ് തീറ്റ. കോസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ആണ്. സോ ഈ ഒരു ഡയഗ്രാം മാത്രമായിട്ടും പലപ്പോഴും ചോദിക്കാറുണ്ട്. ഡ്രോ ദി ഡയഗ്രാം showing the different forces acting on a vehicle moving in a banked road. ബാങ്ക്ഡ് റോഡിൽ മൂവ് ചെയ്യുന്ന ഒരു വെഹിക്കിളിനകത്ത് ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോഴ്സസ് വരച്ച് കാണിക്കുക എന്നും പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ആർ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ആണ്. അതുപോലെ ആർ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ജി. അപ്പോൾ നമ്മൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആർ സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ ഡിവൈഡ് ചെയ്താൽ എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡ് ബൈ എം ജി, അതായത് എമ്മും ക്യാൻസൽ ചെയ്തിട്ട് വി സ്ക്വയർ ബൈ ആർ ജി എന്ന് പറഞ്ഞ് കിട്ടും ടാൻ തീറ്റ. ദിസ് ഈസ് ദി സ്പീഡ് വിത്ത് വിച്ച് സേഫ് ടേൺ ഈസ് പോസിബിൾ വിത്തൗട്ട് വെയർ ആൻഡ് ടയർ ഓഫ് ദി ടയർ. അപ്പോൾ ഈ സ്പീഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് പോവാം. അധികം തേയ്മാനമൊന്നും ഉണ്ടാവാതെ നമുക്ക് വലിയ ബ്രേക്കൊന്നും പിടിക്കാതെ പോകാൻ പറ്റുന്നതാണ് ഈ ഒരു സ്പീഡ്. അല്ലെങ്കിൽ വി ഇസിക്കൽ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ഇനി നമ്മൾ ഫ്രിക്ഷനൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിലോ, ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇക്വേഷന് വേറൊരു ഫോമിലേക്ക് വരും. വി ഇസിക്കൽ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. ഇത് ആണ് സേഫ് സ്പീഡ്. ഈ കാണിച്ചേക്കുന്ന ഇക്വേഷനാണ് സേഫ് സ്പീഡ്. ഇത് നമ്മൾ ഫ്രിക്ഷനോട് കൺസിഡർ ചെയ്യുന്ന കേസിൽ വരുന്നതാണ് റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ബൈ 1 മൈനസ് വി എസ് ടാൻ തീറ്റ. ഇത് ഇൻ കേസ് ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ പോലും ബാങ്ക് ചെയ്തേക്കുന്നത് കാരണം ഈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ആക്സിഡൻസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഈ വലിയ ചുരമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവിടത്തെയൊക്കെ ഈ വലിയ വളവിൻ്റെ അവിടെയൊക്കെ പ്രതലങ്ങൾ കോൺക്രീറ്റ് ടൈൽ ആണ് വിട്ടേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഫ്രിക്ഷൻ വേണം. അപ്പം മ്യൂ എസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതേസമയം വെറുതെ ടാർ ആയിട്ട് ഇടുന്നതെങ്കിൽ ഈ പറഞ്ഞ മഴ സമയത്തൊക്കെ ഒരുപാട് ആക്സിഡൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.